ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീത്തൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ലേണേഴ്സ് ടെസ്റ്റിന് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് സ്കിപ്പ് ചെയ്തതിന് മാക്സിമം കാണാൻ ശ്രമിക്കുക. ലേണേഴ്സ് ടെസ്റ്റിന് പോകുന്നവർ മസ്റ്റായിട്ടും നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്പാണ് MVD ലീഡ്സ് ആപ്പ്. അത് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് പോയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ്, പിന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ചും പിന്നെ ചിഹ്നങ്ങളെക്കുറിച്ചും സിഗ്നൽസിനെ കുറിച്ചും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ മോക്ക് ടെസ്റ്റൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. മോക്ക് ടെസ്റ്റൊക്കെ തന്നെ ടൈം അനുസരിച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ സ്പീഡായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സ്പീഡായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ കയറി MVD ആപ്പെന്ന് നമ്മളിങ്ങനെ MVD ലീഡ്സ് ആപ്പെന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ഓപ്ഷൻ കാണിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ പ്രധാനമായിട്ടും കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരും. ഡ്രൈവിംഗ് എന്ത് എങ്ങനെ അതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ട്രാഫിക് ചിഹ്നങ്ങളെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്, ലേണേഴ്സ് ചോദ്യാവലി കൊടുത്തിട്ടുണ്ട്, മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ തത്സമയ സുരക്ഷാ ക്വിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, റോഡ് സുരക്ഷാ പരീക്ഷ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്ത് നോക്കേണ്ടത് ലേണേഴ്സ് ചോദ്യാവലിയാണ്. ഫസ്റ്റ് നമ്മൾ ഡ്രൈവ് എന്ത് എങ്ങനെയെന്നുള്ള ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡ്രൈവിംഗ് തിയറിയെക്കുറിച്ചും കാൽനട യാത്രക്കാരുടെ നിയമങ്ങളെക്കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാഫിക് ചിഹ്നങ്ങൾ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ട്രാഫിക് ചിഹ്നങ്ങളെക്കുറിച്ചുള്ളതും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലേണേഴ്സ് ചോദ്യാവലി നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം. 1 മുതൽ 41 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈസി ക്വസ്റ്റ്യൻസ്, മീഡിയം ക്വസ്റ്റ്യൻസ്, ഹാർഡ് ക്വസ്റ്റ്യൻസ് ഓരോന്നും പാസ്സായി നമ്മൾ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നെക്സ്റ്റ് ലെവലിലോട്ട് നമുക്ക് പോകത്തുള്ളൂ. വളരെ ഈസി ക്വസ്റ്റ്യൻസിൽ തുടങ്ങി ലാസ്റ്റ് ഹാർഡ് ക്വസ്റ്റ്യൻസ് വരെയുള്ള 41 ലെവലാണ് ഇവിടെ ഉള്ളത്. മെയിനായിട്ടും ഇത് നന്നായിട്ട് പഠിച്ച് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എക്സാം വളരെ ഈസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് കൂടി ചെയ്യുവാണെങ്കിൽ, മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ ടൈമും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. 30 ക്വസ്റ്റ്യൻസ് ആണ്, 15 മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ചെയ്ത് വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടൈം ആൻഡ് ആക്യുറസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ഏതാണെന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ലേണേഴ്സ് ചോദ്യാവലി മോക്ക് ടെസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്തിടാം. ലേണേഴ്സ് ചോദ്യാവലിയിൽ 1 മുതൽ 41 ലെവൽ വരെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ടുള്ളത്. മുമ്പത്തെ എക്സാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 4 ഓപ്ഷൻസ് ആണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. 4 ഓപ്ഷൻസ് വരുന്നു. മുന്നേ 3 ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് വഴി കൊടുക്കുക, പാർക്കിംഗ് പാടില്ല, നിർത്തുക, നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നിർത്തുക എന്നുള്ളതാണ് ആൻസർ വരുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വഴി കൊടുക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രവേശനമില്ല, നോ എൻട്രി ആണ് കേട്ടോ. അതാണ് ഈ ഒരു ആരോ മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു ദിശയിലേക്ക് മാത്രം ഗതാഗതം അനുവദിച്ചിരിക്കുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഹോൺ നിരോധിച്ചിരിക്കുന്നു. 6ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? കാളവണ്ടി, കുതിരവണ്ടി നിരോധിച്ചിരിക്കുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? കാൽനട യാത്രക്കാർ നിരോധിച്ചിരിക്കുന്നു. 8ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വലത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. 9ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? യു ടേൺ നിരോധിച്ചിരിക്കുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ,
ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 3.5 മീറ്ററിൽ താഴെ മാത്രം ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനം. അതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 13ാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടാത്ത വേഗതയിൽ വാഹനം ഓടിക്കുക. 14ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർബന്ധിത ബസ് സ്റ്റോപ്പ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർബന്ധമായും ഇടത്തേക്ക് തിരിയുക. 17ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർബന്ധമായും മുൻപോട്ട് മാത്രം പോകുക. 18ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർബന്ധമായും മുന്നോട്ട് പോകുക അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക. 19ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർബന്ധമായും മുന്നോട്ട് അല്ലെങ്കിൽ ഇടത്തേക്ക് തിരിയുക. 20ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർബന്ധമായും ഇടതുവശം ചേർന്ന് ഓടിക്കുക. ലേണേഴ്സ് ചോദ്യാവലിയിൽ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഫുൾ കംപ്ലീറ്റ് ആകുമ്പോൾ ലെവൽ 2 ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ലെവൽ 2 ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ലേണേഴ്സ് ചോദ്യാവലി നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുക. അത് നന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് വളരെ സ്പീഡായിട്ട് തന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. മോക്ക് ടെസ്റ്റ് വളരെ സമയത്തിന് അടിസ്ഥാനമായിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ സ്പീഡ് നന്നായിട്ട് മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.